ഗുഡ് ഈവനിങ്. മാറ്റി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ഞായറാഴ്ചകളിൽ നമ്മൾ മ്യൂസിക് തെറാപ്പി, പാട്ട് വിശേഷം, പാട്ട് പാടാനും കേൾക്കാനും ഒക്കെ കോൺഫിഡൻസ് കൊടുക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ അധ്യാപകൻ ജോസഫ് ജോൺ സാറിന്റെ കൂടെ നമ്മളിങ്ങനെ ഏകദേശം 50 ദിവസത്തിലധികമായി യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി പേർക്ക് പാടാനുള്ള അവസരങ്ങൾ, ആത്മധൈര്യം ഒക്കെ കൂടിക്കൂടി വരുന്ന ഒരു അനുഭവം. അപ്പൊ ഈ ഒരു അനുഭവത്തിലേക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ജോസഫ് ജോൺ സാർ. ജോസഫ് സാർ, യു ആർ വെൽക്കം. സ്തുതി. മാറ്റിനി ഫ്രീ വെബിനാറിന്റെ സാരഥി സാബു കേരളം സാറിനും സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഗുരുസ്ഥാനീയർക്കും സുഹൃത്തുക്കൾക്കും പാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ സ്വാഗതം, നമസ്കാരം. സംഗീതത്തോടൊപ്പമുള്ള യാത്ര തുടങ്ങിയിട്ട് 54 എപ്പിസോഡാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 54 എപ്പിസോഡുകൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. എങ്കിലും പറഞ്ഞിട്ടും തീരുന്നില്ല, അല്ലേ? അങ്ങനെയാണ് സംഗീതം ഈ യൂണിവേഴ്സിലാവുകയാണ്. യൂണിവേഴ്സിന്റെ ഒരു മീനിയേച്ചർ ഫോം എന്ന് നമ്മളെ തന്നെ കമ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഉള്ളിലും സംഗീതം. അപ്പോൾ എവരിവെയർ ദെയർ ഈസ് മ്യൂസിക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ബോഡി ആൻഡ് മൈൻഡ്, ബയോളജിക്കൽ ഫൗണ്ടേഷൻസ് ഫോർ ദി എഫക്റ്റ് ഓഫ് മ്യൂസിക് ഇൻ അവർ ഹെൽത്ത് കെയർ, വെൽബീയിങ്, ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറയും സംഗീതം നമ്മളെ ഹീൽ ചെയ്യുന്നു, സ്വാധീനിക്കുന്നു, സന്തോഷം തരുന്നു, റിലാക്സേഷൻ തരുന്നു. ഇതിൻ്റെ ബേസ് എന്താണെന്നുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞാനൊന്ന് PPT പതിവില്ലാതെ ശരിയാക്കിയിട്ടുണ്ട് എന്ന് എടുത്തോട്ടെ. സാബു സാറേ, എടുത്തോളൂ സാർ. ഹലോ, ഷെയർ സ്ക്രീൻ, പച്ച സ്ക്രീൻ, ഷെയർ സ്ക്രീൻ കേൾക്കുന്നില്ല? സ്റ്റക്കായല്ലോ. PPT എടുത്തു. ഷെയർ സ്ക്രീൻ ചെയ്തോളൂ. എന്തോ ഷെയർ സ്ക്രീൻ കൊടുത്തോളൂ. ഷെയർ സ്ക്രീൻ, ഓക്കെ. From the beginning. നമ്മുടെ വിഷയം ബയോ മ്യൂസിക്കോളജിയാണ്. നമുക്കറിയാം, മ്യൂസിക്കോളജി എന്ന് പറയുന്നത് മ്യൂസിക്കിനെ കുറിച്ച് അഡ്വാൻസ്ഡ് സ്റ്റഡിയാണ്. അതിനെക്കുറിച്ചുള്ള ഒരു വിപുലമായ സ്റ്റഡിയാണ് മ്യൂസിക്കോളജി എന്ന് പറയുന്നത്. അതിലെ ബയോ മ്യൂസിക്കോളജിയുടെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് PPT എടുക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. റീകോൾ ആൻഡ് ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബയോ മ്യൂസിക്കോളജി, അതായത് ബയോളജിക്കൽ ഫൗണ്ടേഷൻസ് ബിഹൈൻഡ് ദ എഫക്റ്റ് ഓഫ് മ്യൂസിക് ഓൺ ഹ്യൂമൻ ബോഡി. എന്തുകൊണ്ടാണ് മ്യൂസിക്കിനോടുള്ളൊരു ദാഹം, മ്യൂസിക്കിനോടുള്ളൊരു ഇഷ്ടം മനുഷ്യർ വെച്ചു പുലർത്തുന്നത്? എന്തുകൊണ്ടാണ്? An appetite for music is driven by music's core effects on emotion, reward and affiliation. നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ സംസാരിച്ചത് ഇമോഷൻസിനെ കുറിച്ചും റിവാർഡിനെ കുറിച്ചും. ഇമോഷനെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ ലിംബിക് സിസ്റ്റത്തെ കുറിച്ചും സംസാരിച്ചു, അല്ലേ? ന്യൂറോ ഫിസിയോളജിക്കൽ എഫക്റ്റ് ഓഫ് മ്യൂസിക് ഡിപ്പെൻസ് ഓൺ എന്തൊക്കെയാണ്? ടൊണാലിറ്റി, ടോൺ, സ്വരഭേദങ്ങൾ, ശബ്ദത്തിന്റെ വിന്യാസം. ദെൻ
റിവാർഡ്. റിവാർഡിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. റിവാർഡ്, വാട്ട് ഈസ് റിവാർഡ്? അതൊരു സ്റ്റിമുലയാണ്, നമുക്ക് പ്ലഷർ തരുന്നു, നമുക്ക് സന്തോഷം തരുന്നു. സംഗീതം കേൾക്കുമ്പോൾ നമുക്കൊരു റിവാർഡ് പോലെ കിട്ടുന്നു, അല്ലേ? അത് ബ്രെയിനിൻ്റെ റിവാർഡിങ് സിസ്റ്റമാണ്, അതിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. ഏതാണ് അപ്പോൾ റിലീസ് ചെയ്യപ്പെടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ഹോർമോൺ ഏതാണ്? ഓർക്കുന്നുണ്ടോ? അറിയാവുന്നതാണ്, ആരെങ്കിലും പറഞ്ഞോളൂ. ഡോപ്പമിൻ ആണോ സാർ? യെസ്, ഡോപ്പാമിൻ. ആ ഡോപ്പാമിൻ ആണ് നമ്മളെ പ്ലഷറിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത്, അല്ലേ? അതാണ് റിവാർഡ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ കൊണ്ടാണ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, റിവാർഡ് സിസ്റ്റം നമുക്ക് സുഖമുള്ളത്, നമുക്ക് സന്തോഷമുള്ളത്, നമുക്ക് ഹാപ്പിനെസ് തരുന്നത്, നമുക്ക് പ്ലഷർ തരുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കും, അല്ലേ? അതിൻ്റെ ദോഷവശമുണ്ട്, നല്ല വശമുണ്ട്. മ്യൂസിക് നമുക്ക് തരുന്നത് നല്ല വശങ്ങളാണ്. അതുപോലെ തന്നെ ലിംബിക് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. കാരണം ഈ ഇമോഷൻസിൻ്റെ ഒക്കെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് ലിംബിക് സിസ്റ്റത്തിലൂടെയാണ്. ലിംബിക് സിസ്റ്റം എന്തൊക്കെ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ ലെസണിലെ ഒരു കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അതിനുള്ള സമയം നമുക്കിന്ന് കിട്ടുമെന്ന് തോന്നുന്നുള്ളത് കൊണ്ട് എന്തൊക്കെയായിരുന്നു ലിംബിക് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ? നമ്പർ 1, ഇമോഷൻ. ഇമോഷൻ സെന്റർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അമിഗ്ഡലയാണ്. ഇമോഷൻ, ബിഹേവിയർ, മോട്ടിവേഷൻ, മെമ്മറി, ഇത്രയും കാര്യങ്ങളാണ് ലിംബിക് സിസ്റ്റത്തിൻ്റെ പ്രധാന ഫങ്ഷൻസ്. നമ്മൾ പറഞ്ഞു ലിംബിക് സിസ്റ്റം ലൈറ്റ്സ് അപ്പ് വെൻ അവർ ഇയർ പെർസീവ് മ്യൂസിക്. ലിംബിക് സിസ്റ്റം ഒരു ഉത്തേജിക്കപ്പെടുന്നു, പ്രകാശിതമാകുന്നു എന്നാണ് പറയുന്നത്. ലൈറ്റ്സ് അപ്പ്. ലിംബിക് മ്യൂസിക് കേൾക്കുന്നതുകൂടി, നമ്മുടെ ചെവി മ്യൂസിക്കിനെ സ്വീകരിക്കുന്നതോടുകൂടി അങ്ങനെ ഈ കാര്യങ്ങൾ ലൈറ്റ്സ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. എന്താ? ഇമോഷൻ. അതിന് നമ്മുടെ ബിഹേവിയറിനെ ബാധിക്കും, മോട്ടിവേറ്റ് ചെയ്യപ്പെടും, പിന്നെ മെമ്മറി. ഇതൊക്കെ സംഗീതവുമായിട്ട് മ്യൂസിക്കുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളതാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലിംബിക് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഇതുമായിട്ട് കണക്ട് ചെയ്ത പ്രധാനപ്പെട്ട 4 ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹൈപ്പോതലാമസ്, ഫങ്ഷൻസ് ഓഫ് ലിംബിക് സിസ്റ്റം. മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ്, അമിഗ്ഡല, തലാമസ്, ഹിപ്പോകാമ്പസ്. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ബോഡിയുടെ സ്മാർട്ട് കൺട്രോൾ കോർഡിനേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ പറഞ്ഞു. സ്മാർട്ട് കൺട്രോളിംഗ് കോർഡിനേറ്റ് ചെയ്യുന്നതാണ് ഹൈപ്പോതലാമസ്, ലിംബിക് സിസ്റ്റത്തിലെ പ്രധാന സ്ട്രക്ചറിലുള്ളത്. അമിഗ്ഡലയോ? അമിഗ്ഡല പറഞ്ഞു എന്താണ് അമിഗ്ഡലയുടെ പ്രധാന ദൗത്യം? പ്രോസസ്സിംഗ് ഓഫ് ഇമോഷൻ. സംഗീതം കേൾക്കുമ്പോൾ നമുക്ക് ഇമോഷണൽ ആകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഇമോഷണൽ ആകുന്നുവെങ്കിൽ അമിഗ്ഡലയുടെ സ്വാധീനം. ഒരു എന്താണ് ബദാം പരിപ്പ് പോലെ ഒരു ഷേപ്പുള്ള ഒരു ചെറിയ സ്ട്രക്ചർ. തലാമസ്, ബോഡീസ് ഇൻഫർമേഷൻ റിലേ സെന്റർ ആണ് പറയുന്നത്. തലാമസ്. ഹിപ്പോകാമ്പസ് എന്താണ്? സെന്റർ ഓഫ് ന്യൂ ഇൻഫർമേഷൻ ആൻഡ് ലേണിംഗ്. ന്യൂ ഇൻഫർമേഷനും അതുപോലെ തന്നെ ലേണിങ്ങിനും ഉള്ള ഫങ്ഷൻസ് ചെയ്യുന്നതാണ് ഹിപ്പോകാമ്പസ്. പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത് 2 സിസ്റ്റം തമ്മിലുള്ള കണക്ഷനെ കുറിച്ചാണ്. അത് ഏതൊക്കെയാണെന്ന് ഓർത്ത് പറയാമോ? സർ, ക്ലാരിറ്റി കുറച്ച് കുറവായിട്ടാണ്. അത് ലാസ്റ്റ് വേർഡിങ് അവസാനിക്കുന്ന വാക്കുകൾ അത്ര ക്ലിയർ ആവുന്നില്ല എനിക്ക്. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയാം. ഓക്കെ, താങ്ക് യു. അങ്ങനെ പറയണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റെക്കോർഡ് കേട്ടപ്പോൾ ചില ഭാഗങ്ങളിൽ അങ്ങനെ എനിക്കും ഫീൽ ചെയ്തു. അപ്പോൾ എനിക്കത് ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കാതെ വരും. അപ്പോൾ അങ്ങനെയുള്ള ഇത് ക്ലിയർ ആണോ? ഇപ്പോൾ ഞാൻ മൈക്ക് അടുത്ത് പഠിക്കുന്നുണ്ട്. ക്ലിയർ ആണ്? അതെ, ക്ലിയർ ആണോ? ഓക്കെ. രണ്ട് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ 2 സിസ്റ്റം തമ്മിൽ എന്താ പറയുക സംയോജിക്കുമ്പോൾ, ചേർച്ചയിലാകുമ്പോൾ ആണ് ഈ മ്യൂസിക്കിന്റെ പ്ലഷർ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു. അത് ഏതൊക്കെ സിസ്റ്റമാണ്? ഒന്ന് ഓഡിറ്ററി സിസ്റ്റം ആണോ സർ? യെസ് സർ, വെരി ഗുഡ്. ഓഡിറ്ററി സിസ്റ്റം, ശ്രവണ സിസ്റ്റം, കേൾവിയുടെ സിസ്റ്റം, നമ്മുടെ ചെവിയും അതിനോടനുബന്ധിച്ചുള്ള ഇന്റേണൽ സ്ട്രക്ചേഴ്സ്.
ആ ശ്രവണ സിസ്റ്റവും ദെൻ റിവാർഡിങ് സിസ്റ്റവും, റിവാർഡിങ് സിസ്റ്റം എന്ന് പറയുന്നത് ബ്രെയിനിലാണ്. ഇത് രണ്ടും തമ്മിൽ ഉള്ള എന്താ പറയുക പാരസ്പര്യം എന്ന് പറയും. ഇതാണ് പാരസ്പര്യം ആണ് ഇതിൻ്റെ ഒരു ബേസ്, സംഗീത ആസ്വാദനത്തിൻ്റെ ബേസ് എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചു. ഓക്കെ, ഓഡിറ്ററി സിസ്റ്റം നമുക്കറിയാം എന്താണ്, സൗണ്ടിനെ ഡിറ്റക്ട് ചെയ്യുക അല്ലെ, ശബ്ദം എവിടെയുണ്ടെങ്കിലും അവർ പിടിച്ചെടുക്കും അല്ലേ, നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള അല്ലെങ്കിൽ ആ ഒരു പരിധിയിലുള്ള ശബ്ദങ്ങളെ നമ്മൾ പിടിച്ചെടുക്കും, വിവേചിച്ചെടുക്കും അല്ലെ. വിവേചനമൊക്കെ നടക്കുന്നത് ബ്രെയിനിലാണ്. അപ്പോൾ ഓഡിറ്ററി സിസ്റ്റം ഡിറ്റക്ട് ആൻഡ് പെർസീവ് സൗണ്ട്, ഡിറ്റക്ട് ചെയ്യുകയും പെർസീവ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ റിവാർഡിങ് സിസ്റ്റമോ അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഇൻസെൻറ്റീവ് നമുക്ക് തരും. ദാറ്റ് മീൻസ് റിവാർഡ് തരുന്നു, അത് ഒരു സ്റ്റിമുലയാണ്. അപ്പോൾ ഈ രണ്ട് സിസ്റ്റത്തിൻ്റെയും പാരസ്പര്യമാണ് സംഗീത ആസ്വാദനത്തിൻ്റെ ബേസ് എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചു. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ചത് അഫിലിയേഷൻ. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒന്ന് ഇമോഷനാണെന്നും, രണ്ട് റിവാർഡാണെന്നും, മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനിരുന്നത്, ദാറ്റ് ഈസ് അഫിലിയേഷൻ. എന്താണ് അഫിലിയേഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇന്നൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതിന് മുമ്പ് ഈ അഫിലിയേഷനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത സെഷനിൽ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് കോർ ഡയമെൻഷൻസ് ഓഫ് മെൻ്റൽ ഹെൽത്ത്. മെൻ്റൽ ഹെൽത്തിൻ്റെ കോർ ഡയമെൻഷൻസ് ഏതൊക്കെയാണെന്ന് അറിയാം. അതുപോലെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് കോർ എഫക്ട്സ് ഓഫ് മ്യൂസിക് ഓൺ ഹ്യൂമൻ ബോഡി. കോർ എഫക്ട്സ് ഓഫ് മ്യൂസിക് ഓൺ ഹ്യൂമൻ ബോഡി. കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് നമ്മൾ അടുത്ത പ്രാവശ്യം ഡിസ്കസ് ചെയ്യാം എന്ന് കരുതുന്നു. ഓക്കെ, കോർ എലിമെന്റ്സ് ഓഫ് മെന്റൽ ഹെൽത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിന്റെ വിശദീകരണം ഇന്ന് ഉണ്ടായിരിക്കില്ല, അടുത്ത ആഴ്ചയിലായിരിക്കും പറയുക. ഫോർ അഫിലിയേഷൻ ഓഫ് മ്യൂസിക് ആൻഡ് മെന്റൽ ഹെൽത്ത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം കോർ എലമെന്റ്സ് ഓഫ് മെന്റൽ ഹെൽത്ത്, ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കോർ എലമെന്റ്സ് ഓഫ് മെന്റൽ ഹെൽത്ത്. ആദ്യം ഇമോഷണൽ വെൽബീയിങ്. മെന്റൽ ഹെൽത്തിന്റെ അടിസ്ഥാന ഇപ്പൊ EQ ആണ് ഏറ്റവും വളരെ പ്രധാനം എന്നാണ് ഇപ്പോഴത്തെ കാഴ്ചപ്പാട്. അത് നമുക്കറിയാമല്ലോ. ഇമോഷണൽ വെൽബീയിങ് എന്ന്, ദെൻ സൈക്കോളജിക്കൽ വെൽബീയിങ്, ദെൻ സോഷ്യൽ വെൽബീയിങ്, ഫോർത്ത് വൺ കോഗ്നിറ്റീവ് വെൽബീയിങ്, ഫിഫ്ത്ത് വൺ ബിഹേവിയറൽ വെൽബീയിങ്, ദെൻ സ്പിരിച്വൽ വെൽബീയിങ്. ഇതെല്ലാം കൂടെ ചേർന്ന് വന്നാലേ എന്താണ് മെന്റൽ ഹെൽത്ത് ഒരു സമഗ്രതയുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനുള്ള വിശദീകരണം നമുക്ക് അടുത്ത സെഷനിൽ ചെയ്യാം എന്നുള്ളതുകൊണ്ട് അടുത്തതിലേക്ക് പോകും. പിന്നീട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോർ എലിമെന്റ്സ് ഓഫ് മ്യൂസിക്, കോർ എഫക്ട്സ് ഓഫ് മ്യൂസിക് ഓൺ ഹ്യൂമൻ ബോഡി. ഇത് രണ്ടും കൂടെ കോറിലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ സംയോജനം, ചേർച്ച എന്നൊക്കെ പറയാം. അഫിലിയേറ്റഡ് ടു MG യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് പോലെ അഫിലിയേറ്റ് ചെയ്യുക, ചേർന്ന് നിൽക്കുക, സംയോജിക്കുക. ഇതിൻ്റെ സംയോജനത്തെക്കുറിച്ച് നമുക്ക് അടുത്ത സെഷനിൽ പറയാം. അപ്പോൾ ആദ്യം നമ്മൾ കോർ ഡയമെൻഷൻസ് ഓഫ് മെൻ്റൽ ഹെൽത്ത് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോർ എഫക്ട്സ് ഓഫ് മ്യൂസിക് ഓൺ ഹ്യൂമൻ ബോഡി. ഇവിടെയും വരുന്നുണ്ട് ഇമോഷണൽ റെഗുലേഷൻ, ദെൻ ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, ദെൻ തേർഡ് വൺ പെയിൻ മാനേജ്മെന്റ്. ഇതൊക്കെ ഒത്തിരി വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. പെയിൻ മാനേജ്മെന്റ് എങ്ങനെയാണ്, സംഗീതം കൊണ്ട് പെയിൻ മാനേജ് ചെയ്യാൻ പറ്റുമോ? ദെൻ മോട്ടോർ കൺട്രോൾ, മെമ്മറി റീകോൾ, സ്ട്രെസ് റിഡക്ഷൻ, ദെൻ
ഇമ്മ്യൂൺ സിസ്റ്റം മാനേജ്മെൻറ്റ്. സംഗീതം കേൾക്കുന്നതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്താ പറയുക അഡ്വാൻസ് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യുന്നു. ദെൻ സ്ലീപ്പ് ക്വാളിറ്റി റെഗുലേഷൻ അല്ലെങ്കിൽ എൻഹാൻസ്മെൻറ്റ്, ദെൻ മൂഡ് എൻഹാൻസ്മെൻറ്റ്, സോഷ്യൽ കണക്ഷൻ. ഇതെല്ലാം ഡിപ്പെൻസ് ഓൺ ഇൻഡിവിജ്വൽ പ്രിഫറൻസ്, ബാക്ക്ഗ്രൗണ്ട്, അല്ലേ, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ദെൻ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഇതാർക്കും ഇതെല്ലാം നമുക്ക് ബെനിഫിറ്റ് ചെയ്യാം. ബട്ട് ഏജോ അതുപോലെ തന്നെ മറ്റ് ബാക്ക്ഗ്രൗണ്ട്സുകളോ കൾച്ചറലായാലും സോഷ്യലായാലും എന്ത് തന്നെയായാലും ഇതൊന്നും ബാധകമല്ല. ഏതാ അതൊന്നും ഇപ്പം എനിക്കറിയാം എത്രയോ വയസ്സ് ആയിട്ടുള്ളവർ വളരെ മനോഹരമായിട്ട് പാടുന്നു. എത്രയോ 70 ഞാൻ തന്നെ ഇപ്പം സംഗീതം പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ 64 ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഇടയ്ക്കൊക്കെ ഞാൻ സംഗീതം പഠിക്കാനായിട്ട് ശ്രമിച്ചിരുന്നുവെങ്കിലും മുൻപ് അത് പൂർത്തിയാക്കാൻ സാധിക്കാഞ്ഞത് കൊണ്ട് അത് പൂർത്തിയാക്കണം എന്നുള്ളൊരു എന്താ പറയുക ഒരു ദൃഢനിശ്ചയത്തോടു കൂടി ഇപ്പോൾ സംഗീതം പഠിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഏത് പ്രായത്തിലും സംഗീതം നമുക്ക് പഠിക്കാം. എപ്പോൾ വേണമെങ്കിലും ഏത് സാഹചര്യത്തിലും നമുക്ക് സംഗീതം ആസ്വദിക്കുകയും അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എടുക്കാം. ഇറ്റ് ഈസ് ഫ്രീ. ഈ പ്രപഞ്ചത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഫ്രീ ആണെന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മൾ ശ്വസിക്കുന്ന വായു കാശ് കൊടുത്തിട്ടാണോ? അല്ല. കുടിക്കുന്ന വെള്ളം, ഇതൊക്കെ എന്നതുപോലെ തന്നെ സംഗീതവും ഇറ്റ് ഈസ് ഫ്രീ. നിങ്ങൾ അത് ആസ്വദിക്കൂ, ഒരു ചെലവുമില്ലാതെ സന്തോഷമായിരിക്കും എന്നാണ് ഈ സെഷൻസ് കൊണ്ട് നമുക്ക് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. സാർ പറഞ്ഞ് 7:40 എന്നാണ്, 1 മിനിറ്റുണ്ട്. അപ്പോൾ അഫിലിയേഷൻ ഓഫ് മ്യൂസിക് ആൻഡ് മെൻ്റൽ ഹെൽത്ത് ആണ് ഈ അഫിലിയേഷൻ എന്നുള്ള കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംയോജനം, അഫിലിയേഷൻ, അതായത് 1 ഇമോഷനാണ്, ദെൻ 2 റിവാർഡാണ്, മൂന്നാമത്തത് അഫിലിയേഷൻ ബിറ്റ്വീൻ മ്യൂസിക് ആൻഡ് മെൻ്റൽ ഹെൽത്ത്. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കോർ എലമെൻറ്റ്സ് ഓഫ് മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ കോർ എഫക്ട്സ് ഓഫ് മ്യൂസിക്കും ഒന്ന് പഠിക്കുവാൻ ശ്രമിക്കുന്നത്. അപ്പം ശരിക്കുമുള്ള ടോപ്പിക്കിലേക്ക് നമുക്ക് അടുത്ത സെഷനിൽ വരാം എന്ന് പറഞ്ഞുകൊണ്ട് മ്യൂസിക് തെറാപ്പിയുടെ സെഗ്മെൻറ്റ് നമുക്കിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. അതിനുശേഷം ഇന്നത്തെ സ്മരണയിലേക്ക് കടക്കാം. സാറേ ഓക്കെ അല്ലേ? ഓക്കെ സാർ. സാറിന്റെ PPT മാറ്റിക്കും. മാറ്റണം. മാറ്റിക്കും. കുറെ ആയതുകൊണ്ട് ഞാൻ ഓർക്കുന്നില്ല. ശരി. ഓക്കെ സാറേ ചെയ്തോളൂ. ഞാൻ റെഡി. ഓക്കെ, ശരി. ആദ്യം നമുക്ക് കോഴിക്കോട് അബ്ദുൽ ഖാദറിനെ ഓർക്കാം. കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്ന് പറയുമ്പോൾ ഒരു കാലത്ത്, അതായത് മലയാള ചലച്ചിത്ര ഗാന രംഗം പിച്ച വെച്ച് നടന്ന 1950കളിൽ ഉദിച്ചു വന്ന നക്ഷത്രമാണ്. അന്ന് അദ്ദേഹത്തിന് ഭയങ്കര തിരക്കായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗാനമേളകൾ സംഘടിപ്പിച്ചുകൊണ്ട് കച്ചേരിയല്ല, ഗാനമേളകളാണ്. ഉത്തരേന്ത്യയിൽ ഒക്കെ അദ്ദേഹം പര്യടനം നടത്തിയിരുന്നു. അപ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വരവും കാത്ത് ഓരോ വേദികൾ ഒരുങ്ങിയിരുന്നത് ഒക്കെ നമ്മുടെ സ്മരണയിൽ വരുന്നുണ്ട്. കോഴിക്കോട് അബ്ദുൽ ഖാദർ, അദ്ദേഹത്തെ വിളിച്ചിരുന്നത് കേരള സൈഗാൾ എന്നാണ്, എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് രാജു സാർ എന്തെങ്കിലും പറയാൻ വന്നു? നീലക്കുയിലെ പാട്ട്, എങ്ങനെ നീ മറക്കും എന്നുള്ള പാട്ട്. ഇത് മലയാളത്തിന്റെ സ്വന്തം ഗായകനാണ് കോഴിക്കോട് അബ്ദുൽ ഖാദർ. അദ്ദേഹത്തിന്റെ അന്ത്യമൊക്കെ വളരെ ദുരിതപൂർണമായിരുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിലും ആ തുടക്കത്തിൽ, 50കളുടെ തുടക്കത്തിൽ തിളങ്ങി നിന്ന നക്ഷത്രം തന്നെയായിരുന്നു കോഴിക്കോട് അബ്ദുൽ ഖാദർ. 1916 ഫെബ്രുവരി
19 കോഴിക്കോട് മിഠായി തെരുവിൽ ഒരു വാച്ച് കമ്പനി നടത്തിയിരുന്ന ആൻഡ്രൂസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെയും മാനിനി ആൻഡ്രൂസിൻ്റെയും മകനായിട്ടാണ് ജനനം. വാച്ച് കമ്പനിയായിരുന്നു അച്ഛന്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രദ്ധിച്ചു കാണും, JS ആൻഡ്രൂസ്, അമ്മ മാനിനി ആൻഡ്രൂസ്. അച്ഛൻ ഒരു വയലിൻ വിദഗ്ധനായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ സംഗീതം പഠിക്കുവാനുള്ള അവസരമുണ്ടായത്. വയലിൻ വിദ്വാനായിരുന്ന അച്ഛനിൽ നിന്നാണ് സംഗീതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചത്. ഈ കോഴിക്കോട് അബ്ദുൽ ഖാദറിൻ്റെ ആദ്യത്തെ പേര് ലെസ്ലി എന്നായിരുന്നു. ലെസ്ലി ഒരു അറിഞ്ഞിടത്തോളം ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച ആളാണ്. വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു ഗായകനായി അദ്ദേഹം മാറി. 1933 ജനനം 1916 33 തൊഴിൽ തേടി റങ്കൂണിലേക്ക് പോയി. അവിടെ പരിചയപ്പെട്ട മുസ്ലിം ഗായകരുമായിട്ടുള്ള അടുപ്പമാണ് അദ്ദേഹത്തിൻ്റെ സംഗീതത്തെ ഒന്നുകൂടൊന്ന് മെച്ചപ്പെടുത്തിയെടുത്തത്, ഒന്ന് മിനുക്കിയെടുത്തതെന്ന് പറയാം. ഒരു പുതിയ തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ സംഗീത ആലാപനത്തെ എത്തിച്ചു എന്ന് പറയും. തുടർന്ന് നമ്മൾ അറിയുന്നത് പോലെ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ആണ് അബ്ദുൽ ഖാദർ ആവുന്നത്. റങ്കൂണിൽ വെച്ച് ഉള്ള മുസ്ലിം ഗായകരുമായിട്ടുള്ള സമ്പർക്കം, പരിചയം. 1936 കോഴിക്കോട് തിരിച്ചെത്തിയ അദ്ദേഹം മികച്ച ഒരു ഗായകനായി മാറി. അങ്ങനെയാണ് 50കളിലൊക്കെ സിനിമാ ഗാനങ്ങളിലേക്കൊക്കെ അദ്ദേഹം എത്തിപ്പെടുന്നത്. ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ ഗായകനായിട്ട് ചേർന്നു. സോജ രാജകുമാരി, സോജ എന്ന് പറയുന്ന പാട്ടാണല്ലോ സൈഗാൾ പാടി വിശ്വപ്രസിദ്ധമാക്കിയത്. ആ പാട്ട് അതിമനോഹരമായിട്ട് കോഴിക്കോട് അബ്ദുൽ ഖാദർ ആലപിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്താണ് കേരള സൈഗാൾ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതൊക്കെ അങ്ങനെയാണ് വിളിച്ചിരുന്നത്. ഏതാനും സിനിമകൾക്ക് വേണ്ടി പാടി സംഗീത സദസ്സുകൾക്കായി ഉത്തരേന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു. 1977 ഫെബ്രുവരി 13, 2 ഫെബ്രുവരിയിലാണ് കേട്ടോ. 1977 ഫെബ്രുവരി 13 61ാമത്തെ വയസ്സിൽ അന്തരിച്ചു. ഞാൻ 1-2 പാട്ടുകളൊന്ന് നോക്കാം. പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ ഞാൻ, പാടിയതില്ലല്ലോ. അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായ ഒരു ഗാനമാണ്. ഒരു നാടൻ ശൈലി, വളരെ സാന്ദ്രമായ ഒരു സംഗീതമാണ്, കരളലിയിപ്പിക്കുന്ന സംഗീതമാണ്. കൈയിലെ വീണ മുറുക്കിയൊരുക്കി കാലം പോയല്ലോ, വെറുതെ കാലം പോയല്ലോ, ഞാൻ പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ ഞാൻ, പാടിയതില്ലല്ലോ. ആ ഒരു പാട്ട് വളരെ പ്രശസ്തമാണ്, നമ്മുടെ മനസ്സിനെ മതിക്കുന്ന ഒരു പാട്ടാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. പിന്നെ തങ്കക്കിനാക്കൾ ഹൃദയ വീശും വനാന്ത ചന്ദ്രികയാരോ നീ, തങ്കക്കിനാക്കൾ ഹൃദയേ വീശും വനാന്ത ചന്ദ്രികയാരോ നീ. ആ ഒരു പാട്ടുണ്ട്. പിന്നെ എങ്ങനെ നീ മറക്കും, നീലക്കുയില്ല, രാജ് സാർ പറഞ്ഞ പോലെ നീലക്കുയില്ല പാട്ട്. എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. ഒരു ദുഃഖ ശൈലിയുള്ള
ശീലമുള്ള പാട്ടുകൾക്ക് വളരെ ഭംഗിയായിട്ടുള്ള യോജിക്കുന്ന ശബ്ദമായിരുന്നു കോഴിക്കോട് അബ്ദുൽ ഖാദർ. അതുപോലെ തന്നെ എല്ലാ പാട്ടുകളും അദ്ദേഹം പാടും. ഗാനമേള സദസ്സുകളിലൊക്കെ ആൾക്കാർ വളരെയധികം ആരാധനയോടെ കണ്ടിരുന്ന ഒരു ഗായകനാണ് കോഴിക്കോട് അബ്ദുൽ ഖാദർ. ജീവിത പങ്കാളി ആച്ചമ്മ എന്നാണ് കണ്ടത്. അത് കഴിഞ്ഞ് ശാന്താദേവി, അങ്ങനെ അവരെ വിവാഹം കഴിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടികൾ സുരേഷ് ബാബു, സത്യജിത്ത്, നജ്മൽ ബാബു അച്ഛൻ്റെ പാത പിന്തുടർന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അടുത്ത അത് നമുക്ക് വളരെ പ്രശസ്തനായ പ്രഗത്ഭനായ സംഗീതജ്ഞനാണ് MS വിശ്വനാഥൻ. മനയങ്കത്ത് സുബ്രഹ്മണ്യൻ വിശ്വനാഥൻ എന്നാണ് മുഴുവൻ പേര്. MSV എന്നാണ് ചുരുക്കപ്പേരിൽ അറിയപ്പെടുക. തെന്നിന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യയിലെ മിക്കവാറും ലാംഗ്വേജുകളൊക്കെ വരും. തെലുങ്ക്, തമിഴ്, മലയാളം, തെന്നിന്ത്യൻ ഭാഷകളിൽ പ്രശസ്തമായ സംഗീത സംവിധായകനാണ്, ഗായകനാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത വായ്പാട്ട്, ഹാർമോണിയം, പിയാനോ ഇതിലൊക്കെ വിദഗ്ധനായിരുന്നു എന്നുള്ളതാണ്. 1928 ജൂൺ 24 പാലക്കാട് എലപ്പുള്ളി മനയങ്കത്ത് സുബ്രഹ്മണ്യൻ നാരായണിക്കുട്ടി ദമ്പതികളുടെ മകനായി ജനിച്ചു. 4 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. വളരെ ദുരിതത്തിലൂടെ കടന്നു വന്ന ബാല്യമാണ് MS വിശ്വനാഥൻ്റേത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 50 വർഷത്തില് മകനോട് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ജീവിക്കാൻ നിർവാഹമില്ലാത്ത സാഹചര്യം. അപ്പോൾ അമ്മ മകനോടൊപ്പം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചുവെങ്കിലും നമ്മുടെ MSVയെ മുത്തച്ഛൻ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. എന്ത് കഷ്ടമാണല്ലേ അന്നത്തെ ജീവിത സാഹചര്യങ്ങൾ. പ്രത്യേകിച്ച് നമ്മൾ പല ഇതുപോലുള്ള കലാരംഗത്ത് ഉയർന്നു വന്ന താരങ്ങളൊക്കെ പലരും കുട്ടിക്കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, ദാരിദ്ര്യം ഉൾപ്പെടെയുള്ളത് സഹിച്ചത്. എന്തിനു പറയുന്നത് നമ്മുടെ ദാസേട്ടനും അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ MK അർജുനൻ മാഷ്, ഇവരുടെയൊക്കെ അനുഭവത്തിൽ ചരിത്രത്തിൽ നമ്മൾ കണ്ടതാണ്. ആദ്യം തിരുച്ചിറപ്പള്ളിയിലും പിന്നീട് കണ്ണൂരുമാണ് അദ്ദേഹം വളർന്നത്. ചെറുപ്പകാലത്ത് സിനിമാശാലകളിൽ കടല് അങ്ങനെയൊക്കെയുള്ള ചെറിയ ഭക്ഷണസാധനങ്ങൾ വിറ്റ് നടന്നിരുന്ന ബാലനായിരുന്നു. കണ്ണൂരിലെ നീലകണ്ഠ ഭാഗവതിൽ നിന്നും സംഗീതം അഭ്യസിച്ചു. 13-ാം വയസ്സിൽ തിരുവനന്തപുരത്ത് ആദ്യത്തെ കച്ചേരി നടത്തി. ഗംഭീരമായ കച്ചേരിയായിരുന്നു. പിന്നീട് വളർന്നു വരുന്ന തമിഴ് സിനിമാ ചലച്ചിത്രഗാന സംവിധായകനായി പ്രശസ്തനാണ്. 1952 തുടക്കം. 60കളിലും 70കളിലും ഒക്കെ തെന്നിന്ത്യൻ സിനിമാ സംഗീത ലോകത്തെ പ്രശസ്തനായിട്ട് MS വിശ്വനാഥൻ മാറി എന്നുള്ളതാണ്. നമുക്ക് ആ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ആ ഒരു സാഹചര്യം അതൊന്നുമല്ല, നമ്മൾ എങ്ങനെ വളർന്നു വരുന്നു എന്നുള്ളതല്ല, നമ്മുടെ ഉള്ളിലുള്ള ആ സർഗവാസന എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച്, ഏതെല്ലാം സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഉപയോഗപ്പെടുത്തി വളർത്തുന്നു എന്നുള്ളതിലാണ് കാര്യം എന്നുള്ളതാണ് ഈ ജീവിതത്തിലൂടെയൊക്കെ നാം പഠിക്കുക. സംഗീതം പലരും ചിന്തിക്കും എന്ത് അങ്ങനെയല്ല, നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് എന്നുള്ളത് തിരിച്ചറിവ്. എൻ്റെ ഒരു എളിയ അനുഭവം പോലും അത് തന്നെയാണ്. ഞാൻ ചെറുപ്പത്തിൽ പാട്ട് പാടിയിരുന്നില്ല, ആരും പ്രോത്സാഹിപ്പിക്കാൻ ഉണ്ടായിരുന്നില്ല. അതാണ് എൻ്റെ ഒരു വസ്തുത. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനൊരു പാട്ട് പാടാനായിട്ട് എഴുന്നേറ്റ് അന്ന് ഒരു വാക്കുച്ചരിച്ചതേ ഉള്ളൂ. എല്ലാവരും കൂടെ കളിയാക്കി ഞാൻ ഇരുന്നതാണ്. അതിനുശേഷം 35 വയസ്സ് കഴിഞ്ഞാണ് പാട്ടിങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. അതിലേക്ക് അവസരം കിട്ടുമ്പോൾ ഇങ്ങനെ മനസ്സിലുണ്ട്. 35 വയസ്സ് കഴിഞ്ഞാണ് ഞാനൊരു പാട്ടൊക്കെ മുഴുവൻ പാടി റെക്കോർഡ് ചെയ്യാനൊക്കെ തുടങ്ങിയത്. അന്ന് നമുക്കറിയാമല്ലോ, ഓഡിയോ കാസറ്റിലൊക്കെയാണ് പിടിക്കുക. ഓഡിയോ കാസറ്റിലൊക്കെ വളരെ വിഷമിച്ച് പിടിച്ചു. എന്തായാലും അത് പുറത്ത് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ നമ്മളിലേക്ക് കൂടി തിരിഞ്ഞു നോക്കണം എന്നുള്ളതാണ് ഈ ഒരു കാര്യം പറയുന്നതിലൂടെ ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ MS വിശ്വനാഥൻ എന്ന് പറയുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ഒരു പ്രത്യേകതയാണ്. ഒരു പ്രത്യേക തലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. ഹൃദയവാഹിനി ഒഴുകുന്നു ആ ഒരു പാട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടായി. പിന്നെ കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് വഹിച്ച കാവ്യഭാവനേ അഭിനന്ദ
നന്ദനം നിനക്കനന്ദനം അഭിനന്ദനം. അങ്ങനെ അതുപോലെ നമുക്കറിയാം ഈ സുപ്രഭാതം എന്നുള്ള പാട്ട് ആദ്യത്തെ പാട്ടുകളിലൊന്ന് ഞാൻ ഓർക്കുന്നത് ഒരു ഭക്തിഗാനമാണ്. കന്യാമറിയമേ തായേ എനിക്കെന്നാളും ആശ്രയം നീയേ എന്നൊരു പാട്ടുണ്ട്. ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി തിരുവാഭരണം ചാർത്തി വിടർന്നു. ജയചന്ദ്രന്റെ മനോഹര ശബ്ദത്തിലുള്ള ആ പാട്ട്. സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി മലരമ്പലെഴുതിയ അതും ജയചന്ദ്രൻ പാടിയതാണ്. കർപ്പൂര ദീപത്തിൻ കാന്തിയിൽ കണ്ടു ഞാൻ നിന്നെയാ സന്ധ്യയിൽ. എത്ര മനോഹരമായ പാട്ടുകളാണെന്ന് നോക്കൂ. ആകാശരൂപിണി തന്നെ. അങ്ങനെ ഞാൻ കൂടുതൽ പാട്ടുകളിലേക്ക് പോകുന്നില്ല. സത്യനായക, മുഖ്യദായക, നാടൻ പാട്ടിന്റെ മടിശീല തിലുങ്ങുമി, വീണ പൂവേ, കുമാരനാശാന്റെ വീണപൂവേ. നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. ഈ രണ്ട് പ്രതിഭകൾ അവർ നമ്മളോടൊപ്പം ഇല്ല. അവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ മാറ്റിനി ഫ്രീ വെബിനാറിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ഒരു നിമിഷം നമുക്ക് ഇത് കണ്ണടച്ച് താങ്ക് യു. നമുക്ക് പാട്ടുകളിലേക്ക് കിടക്കാം. ഇന്ന് സമയപരിമിതി ഉണ്ട് എന്ന് സാബു സാറ് നേരത്തെ പറഞ്ഞിരുന്നു. ഈ പാട്ടുകൾ സാർ തരുന്ന പാട്ടുകൾ, അത് കൂടാതെ ഇവരുടെ പാട്ടുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ആലപിക്കാം. ഓക്കെ സാറേ, ഈ പാട്ടുകളൊക്കെ പാടാമെന്നൊരു പാടിക്കോ കേട്ടോ. ഞാൻ കറക്റ്റ് ടൈം ഇറങ്ങുവേ. ഓക്കെ, അത് കുഴപ്പമില്ല. സാറേ, MS വിശ്വനാഥൻ ഒരു സംഗീത സംവിധായകനായിട്ട് അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ പണിതീരാത്ത വീട്ടിലെ പാട്ട്, നീ മറക്കും. പണിതീരാത്ത വീട്ടിലെ പാട്ടുണ്ട് സുപ്രഭാതം. അത് ജയചന്ദ്രനാണ് പാടിയത്. സംഗീത സംവിധായകനായിട്ട് അറിയാം. പാട്ട് പാടിയിട്ടുണ്ട്. നാടൻ പാട്ടിന്റെ മടിശീല, പിന്നെ ഉള്ളത് വീണപൂവേ, കുമാരനാശാന്റെ വീണപൂവേ. രാജു സാർ കേൾക്കുന്നുണ്ടോ? എങ്ങനെ നീ മറക്കും സാറിനൊന്ന് നാല് പേര് പാടാം. ഇത് അബ്ദുൽ ഖാദറിന്റെയാണ് സാറേ. ഇത് അബ്ദുൽ ഖാദറിന്റെയാണ്. അതെ, അതാണ്. എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. ഓക്കെ, രാജ് സാർ പാടും. എനിക്ക് ജസ്റ്റ് മൂടാനേ അറിയത്തുള്ളൂ. മുടിയാ മതി. അത് മതി, അത് മതി. നീ മറക്കും കുയിലേ, എങ്ങനെ നീ കാനത്തിൻ ചോട്ടിൽ നിന്നു മറന്നു കളിച്ചോ കണ്ണുള്ള മാണിക്ക പെങ്കിളി മേലോട്ടു നിന്നെ വിളിച്ചൊരു കാലം. അറിയാവുന്നൊരു പാട്ട് എനിക്കറിയാം. മതിയാ. നമ്മളെ പാട്ടുകളൊന്ന് ഓർത്തെടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇവര് പാടിയതാണെന്ന് അറിയുക, മുഴുവൻ പാടുന്നതിലല്ല കാര്യം. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. പാട്ട് സത്യനായക മുക്തിദായക. ഇത് MS വിശ്വനാഥിന്റെയാണ്. MS വിശ്വനാഥൻ സംഗീതം നൽകിയ പാട്ടാണ്. വിശ്വനാഥന്റെ ആണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്, പക്ഷെ അവിടെ കേട്ടിട്ടുണ്ട്. നായക മുക്തിദായക ഉലകമായി സ്നേഹദായക ശ്രീയേശുനായക സത്യനായക മുക്തിദായക ഉലകമായ സ്നേഹദായക ശ്രീയേശുനായക. കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ, കാലത്തിൻ്റെ കവിതയായ
കനകതാരമേ കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ കാലത്തിൻ്റെ കവിതയായ കനകതാരമേ നിന്നൊളി കണ്ടുണർന്നിടാത്ത കണ്ണു കണ്ണാണോ നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ സത്യദായക മുക്തിദായക പുൽത്തൊഴുത്തിൽ ഉലകമായ സ്നേഹഗായക ശ്രീയേശുനായക. ജോസഫ് സാറേ, ഈ പാട്ടിനെ കുറിച്ച് ഒരു കാര്യം ഞാനത് പറഞ്ഞോട്ടെ സാർ. തീർച്ചയായിട്ടും പറയണം. സാറേ, ഈ പാട്ട് ഞങ്ങളൊക്കെ പണ്ട് ഗാനമേളയ്ക്ക് പോകുന്ന സമയത്ത് ഇത് പള്ളികളിലൊക്കെ പണ്ട് ധാരാളം ഗാനമേളയുണ്ട്. അവിടുത്തെ ഒരു ഇൻട്രൊഡക്ഷൻ പാട്ട് ആണ്. ഓഫ് കോഴ്സ് ഇത് പലയിടത്തും പാടുമായിരുന്നു. പക്ഷെ ഈ പാട്ട് പാടുന്നതോടുകൂടി അതൊരു ഗാനമേളയുടെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ പാട്ടിലാണ്. ഇതൊരു വല്ലാത്ത എഫക്റ്റ് ഉള്ള പാട്ടാണ്. ഇത് ഞാൻ ഏറ്റവും ഭംഗിയായിട്ട് പാടിക്കേട്ടിട്ടുള്ള ഗായകൻ ആരാന്നറിയാം സാർ? നമ്മുടെ KG മാർക്കോസ്. KG മാർക്കോസിന്റെ കൂടെ ഭാഗ്യവശാൽ ഞാൻ ഒരു പ്രാവശ്യം ഇതിന് വായിച്ചിട്ടുമുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും നന്നായിട്ട് KG മാർക്കോസ് ഈ പാട്ട് ഗാനമേളയിലൊക്കെ അസാധ്യമായിട്ട് പാടുമായിരുന്നു. യേശുദാസ് പാടിയതാണ്. പക്ഷേ മാർക്കോസ് ഇത് പാടുന്ന പോലെ വേറെ അതുപോലെ പാടി ഞാനാരും കേട്ടിട്ടില്ല. അപ്പൊ അതൊന്ന് സൂചിപ്പിച്ചു തന്നെ സാർ. ഓക്കെ, താങ്ക് യു സാർ. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, പണ്ട് അതുപോലെ പെരുന്നാളിനൊക്കെ ഗാനമേള ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഐറ്റമായിരുന്നു. ഇടയകന്യകയിലാണ് അത് വേറൊരു പാട്ട്, കുറച്ചുകൂടെ പഞ്ചുള്ള പാട്ടാണ്. ദാസേട്ടൻ. അതെ അതെ, അപ്പൊ ഇത് ദാസേട്ടൻ തുടങ്ങപ്പെട്ട MSVയുടെ ആ ഒരു നമ്മളൊരു പ്രത്യേക തലത്തിലേക്ക് കൊണ്ടുപോകാം വന്നിരിക്കുന്നവരെ എല്ലാവരും. അതാണ് ഞാൻ നേരത്തെ MSVയുടെ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്ത നാടൻ പാട്ടിന്റെ മടിശീല കിലുങ്ങി പാടാൻ ശ്രമിക്കാം സാറേ. ഞാനിപ്പോ നാടൻ പാട്ടിന്റെ മടിശീല കിലുങ്ങി നാട്ടിൻ പുറമൊരു യുവതി അവളുടെ പ്രിയ സഖി എനിക്കു നീയൊരു നവവധു നമുക്കെന്നും മധുവിധു കാച്ചെണ്ണ തേച്ച നിൻ കാർക്കൂന്തളത്തിന്റെ കാറ്റേറ്റാൽ പോലും എനിക്കുന്മാദം ഉള്ളിലുന്മാദം തുള്ളിത്തുളുമ്പും നിൻ യൗവനാംഗങ്ങളിൽ നുള്ളി നോവിക്കാനാവേശം എനിക്കാവേശം. അതിന്റെ കണ്ടിന്യൂഷൻ ഷൈല മാമിന് പാടാമോ? പാടിയില്ല. ഷൈല മാം കാണുന്നില്ല. ഓക്കെ, അടുത്ത പാട്ടെന്നാൽ നോക്കാം. വീണപ്പൂവേ, കുമാരനാശാന്റെ വീണപ്പൂ. വീണപ്പൂവേ കുമാരനാശാന്റെ വീണപൂവേ വീണപൂവേ വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ ഒരു ശുക്ര നക്ഷത്രമല്ലേ നീ വീണപൂവേ വികാരവതി നീ വിരിഞ്ഞു നിന്നപ്പോൾ വിരത്തൊട്ടുണർത്തിയ ഭാവനകൾ കവി ഭാവനകൾ നിന്നെ കാമുകിമാരുടെ ചുണ്ടിലെ നിശീത കുമുദമാക്കി കവികൾ
മന്മഥൻ കുലക്കും സ്വർണധനുസിലെ മല്ലേശ്വരമാക്കി മല്ലേശ്വരമാക്കി വീണ പൂവേ കുമാരനാശാന്റെ വീണ പൂവേ വീണ പൂവേ. താങ്ക് യു. വെരി ഗുഡ്, താങ്ക് യു. Thank you. ഇത് അടുത്ത പാട്ട് ആ നിമിഷത്തിന്റെ നിർവൃതി. ജോസഫ് സാറേ, ഓർക്കൂ. അത് വനിതകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പാടിക്കോട്ടെ. ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ ഞാനൊരാവണി തെന്നലായി മാറി. ആയിരം ഉന്മാദ രാത്രികൾ കേൾക്കുന്നില്ലല്ലോ ആത്മദളത്തിൽ തുളുമ്പി മൈക്ക്. ആത്മദളത്തിൽ എനിക്കാണോ? തുളുമ്പി. താങ്ക് യു. കേൾക്കാം സർ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. നന്നായി പാടി. അടുത്താരാണ്? ഹൃദയവാഹിനി ഒഴുകുന്നു നീ. ശിശുവൻ പാടി. ഹൃദയവാഹിനിയൊഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയായി. കാലമമാകാശ ഗോപുര നിഴലിൽ കാലമമാകാശ ഗോപുര നിഴലിൽ കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി. ഹൃദയവാഹിനിയൊഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയായി. ഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായുജ്യം. ഏതൊരു കോവിലും ദേവതയാക്കും ഏതു പൂജാരിയും പൂജിക്കും നിന്നെ ഏതു പൂജാരിയും പൂജിക്കും. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായുജ്യം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ശോഭന മാം, ശോഭന വെങ്ങോല, അതുപോലെ സ്നേഹലത ഒക്കെ ഉണ്ടല്ലോ. എന്താ മിണ്ടായിരിക്കുന്നത്? ഉലഹന്നാൻ സാർ, നമ്മുടെ ആസ്ഥാന ഗായകൻ വന്നിട്ടില്ല. ജോർജ് സാർ. ഓക്കെ, അടുത്ത പാട്ട് സുപ്രഭാതം. പഠിക്കൂ. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. അഞ്ജന കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ നിന്റെ നാലുകെട്ടിന്റെ പടിപ്പുരമുറ്റത്ത് ഞാനെന്റെ മുറി കൂടി പണിച്ചോട്ടെ. ആഹാഹാ ഓഹോഹോ ആഹാഹാ. നീലഗിരിയുടെ സഖികളെ
ജ്വാലാമുഖികളെ ജ്യോതിർമയാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. താങ്ക് യു സർ. താങ്ക് യു മാം. ജോസഫ് സാർ ഒരു പാട്ട് കണ്ണുനീർ തുള്ളിയെ. ആയിക്കോട്ടെ. എന്റെ നെറ്റ് വിഷയമുണ്ടല്ലോ, കേൾക്കാമോ? കേൾക്കാം പഠി. അൺസ്റ്റേബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. കുഴപ്പമില്ല, പഠി. തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. വ്യാസനു കാളിദാസനു അതുഭാസനു ഷെല്ലിയു ഷേക്സ്പിയറോ വ്യാസനു കാളിദാസനു അതുഭാസനു ഷെല്ലിയു ഷേക്സ്പിയറോ അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. വിഷാദസാഗരം ഉള്ളിൽ രമ്പും തുഷാരകൽഗതബിന്ദു സ്ത്രീ ഒരു വികാര വൈഡൂര്യബിന്ദു. സ്ക്രോൾ ചെയ്യും. അത്രേ ഉള്ളൂ സാർ. സ്ത്രീ ഒരു വികാര വൈഡൂര്യബിന്ദു. ഇതിന് ശേഷമാണ് കുറെ ഡയലോഗ് ഒക്കെ ഉണ്ട്. അതാണ് ജോസഫ് സാർ പറഞ്ഞത്. ഓക്കെ. ജോർജ് സാർ വന്നിട്ടുണ്ട്. ഡയലോഗ് ഉണ്ടായിരുന്നു, അവർ പറയാന്ന് ഞാൻ വിചാരിച്ചു. സാറിന് അറിയാമെങ്കിൽ പറഞ്ഞോളൂ, വരി വേണമെന്നില്ലല്ലോ സാറിന്. സാറിന് അറിയായിരിക്കും. മുതലുണ്ടെന്നാ വിചാരിച്ചേ, പാടാമായിരുന്നു. എടുക്കണോ? തുടരുത്, എടുത്തെറിയരുത് എന്നൊക്കെയാണല്ലോ സാർ അത് പറയാ സാറ് അല്ലേ? ഞാൻ എടുക്കുക. VP ജോർജ് സാർ വന്നിട്ടുണ്ട്. ജോർജ് സാറും കൂടെ ഒന്ന് പാടിയത്. ഓക്കെ ആണോ? കേൾക്കാം. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഉണ്ട് സാർ. നെറ്റ് ഓക്കെ ആണ്. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വരുന്നുണ്ട്. അപ്പൊ അടുത്ത പാട്ട് വെച്ചോളൂ. ജോർജ് സാർ കേൾക്കുന്നുണ്ടോ? ജോർജ് സാർ അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, അടുത്ത പാട്ട് തിരുവാഭരണം. ആരാ പാടുന്നേ? മനോജ് സാർ ഒന്ന് പാടൂ. സാറേ ഞാൻ പാടാൻ ശ്രമിക്കവേ. ഞാൻ അറിയാമല്ലോ വലിയ പാട്ടുകാരെ അംഗീകരിക്കത്തില്ല. തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം പ്രിയദർശിനി നിൻ ജന്മദിനത്തിൽ ഹൃദയം തുടികൊട്ടുന്നു ഹൃദയം തുടികൊട്ടുന്നു. സാർ എത്ര ഇനിയും ബാക്കി പാടാം സാർ? അതിന്റെ കണ്ടിന്യൂഷൻ പാടാൻ പറ്റുന്ന ആരുള്ള? ധനുമാസത്തിൻ ശിശിരക്കുളിരിൽ തളിരുകൾ മുട്ടിയൊരുങ്ങുമ്പോൾ തളിരുകൾ മുട്ടിയൊരുങ്ങുമ്പോൾ മധുര മനോഹര മാധവലഹരി മുഴുകാൻ ലതികകൾ വെമ്പുമ്പോൾ മുഴുകാൻ ലതികകൾ വെമ്പുമ്പോൾ തളിരണിയട്ടെ നിൻ ഹൃദയമനകൾ മലരണിയട്ടെ നിൻ വലികൾ
കോറസ് പാടും. കോറസ് എല്ലാവർക്കും പാടാവേ. സാറേ, തിരുവാഭരണം ചാത്തി വിടർന്നു തിരുവാതിരനക്ഷത്രം പ്രിയദർശിനി നിൻ ജന്മദിനത്തിൽ ഹൃദയം തുടികൊട്ടുന്നു, ഹൃദയം തുടികൊട്ടുന്നു. ഇതൊരു പിച്ച് ഇച്ചിരി കൂളാണ് സാർ. മറ്റേ എന്റെ അനുപല്ലവി ഇച്ചിരി, അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് സ്കൂട്ട് ചെയ്തത്. സാറ് നന്നായിട്ട് പാടി. എംഎസിന്റെ പാട്ടുകൾ മിക്കതും അങ്ങനെയാണ്. നല്ല സാർ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് സാർ, അതിന്റെ അനുപല്ലവി ആയിരിക്കും ഭയങ്കര ഭംഗി. പുള്ളിയുടെ പാട്ട് പല്ലവി തുടങ്ങിയാലേ അനുപല്ലവിയും ചരണവും ഒക്കെ ഭയങ്കര ഭംഗിയായിട്ടായിരിക്കും. എല്ലാം കൊള്ളാം, എങ്കിലും ഈ ഇതിലാണ് നമ്മൾ കൂടുതൽ അതിന്റെ ഒരു ആസ്വാദ്യത വരുന്നത്. ഒരു വശ്യത ഉണ്ട് അല്ലെ, ഒരു വശ്യത കൂടുതലുണ്ട്. ജോർജ് സാറേ, ഒരു പാട്ട്, ഈ പാട്ട് പാടുമോ? ഞാൻ പാടിക്കോട്ടെ? കേൾക്കാമോ? കേൾക്കാമോ? ഇല്ല, ഞാൻ വേറൊന്നും പാടാം. ഓക്കെ. വന്നിപ്പിൻ മാതാവിനെ, വന്നിപ്പിൻ മാതാവിനെ, വന്നിപ്പിൻ വരേണ്യയെ, വന്നിപ്പിൻ വരദയെ, പച്ചയാം മിരിപ്പിട്ട സഖനിൽ തല വച്ചും സ്വച്ഛബ്ദി മണൽ തിട്ട് പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തു കൊള്ളുന്നു കുമാരിയും ഗോകർണേശനുമമ്മേ. വന്നിപ്പിൻ മാതാവിനെ, വന്നിപ്പിൻ മാതാവിനെ, വന്നിപ്പിൻ വരേണ്യയെ, വന്നിപ്പിൻ വരദയെ. വള്ളത്തോളിന്റെ മാതൃവന്ദനത്തിൽ നിന്നുള്ള ഒരു പാട്ട് പണ്ട് പഠിച്ചത് ഓർമ്മയിലുള്ളതാണ്. താങ്ക് യു സർ. ഓക്കെ, അടുത്തതാണ്. താങ്ക് യു സാർ. ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി. വളരെ മനോഹരമായ ഒരു പാട്ട്. ആരാ പാടുന്നേ? നോക്കട്ടെ, ശ്രമിക്കാം. ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി. ആരും പാടുന്നുണ്ടോ? രാജകൊട്ടാരത്തിൽ വിളിക്കാതെ കന്മതിൻ ഗോപുര വാതിലിനരികിൽ കരുണാമയനവൻ കാത്തുനിന്നു, കരുണാമയനവൻ കാത്തുനിന്നു. അലങ്കാര ദീപങ്ങൾ ആർത്തു ചിരിച്ചു, അന്തഃപുരമാകെ കോരിത്തരിച്ചു, കോരിത്തരിച്ചു. വിഭവങ്ങളൊരുങ്ങി വിദ്വാൻമാരൊരുങ്ങി വിലാസ നൃത്തം തുടങ്ങി, വിലാസ നൃത്തം തുടങ്ങി. ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി, രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമാണോ സംശയമുണ്ട്? എല്ലാവർക്കും അങ്ങനെയായിരുന്നോ? കേൾക്കുന്നുണ്ടായിരുന്നില്ല ശരിക്കും. ഇല്ലല്ലോ സാറേ, കേട്ടല്ലോ ജോസഫ് സാറേ, കുഴപ്പമില്ലായിരുന്നു, കേട്ടു. അപ്പൊ എന്റെ നെറ്റ് അൺസ്റ്റേബിൾ ആണ്, അതുകൊണ്ടായിരിക്കും. ആയിരിക്കാം സാർ, ശരിയായിരിക്കാം. അടുത്ത പാട്ട് ഇതാരെങ്കിലും പാടുന്നോ? ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി, ഇച്ചിരി മനോഹരമായി അടിച്ചു പൊളിച്ച്. ബാക്കി വേർഡ്സ് ഇല്ലല്ലോ. ബാക്കി വേർഡ്സ് ഞാൻ ഇട്ട് തരാം ഒറ്റ സെക്കൻഡ്. രാജകൊട്ടാരത്തിൽ വിളിക്കാതെ കന്മതി വാതിലിനരികിൽ കരുണാമയനവൻ കരുണാമയനവൻ കാത്തുനിന്നു. അലങ്കാരം ആർത്തു ചിരിച്ചു, അന്തഃപുരമാകെ
കോരിത്തരിച്ചു കോരിത്തരിച്ചു വിഭവങ്ങളൊരുങ്ങി വിദ്വാൻമാരൊരുങ്ങി വിലാസ നൃത്തം തുടങ്ങി വിലാസ നൃത്തം തുടങ്ങി ഈശ്വരനൊരിക്കൽ തിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ ഒരു പിടിച്ചോറിനായി യാചിച്ചു ദൈവം ചിരികൾ ഉയർന്നു സദസ്സിൽ ചിരികൾ ഉയർന്നു സദസ്സിൽ ഒരു കാവൽക്കാരൻ വാളോങ്ങി നിന്നും ചിരിച്ചു പിൻവാങ്ങി ഭഗവാൻ ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ കന്മതിൽ ഗോപുര വാതിലിനരികിൽ കരുണാമയനവൻ കാത്തുനിന്നു കരുണാമയനവൻ കാത്തുനിന്നു. ഓക്കെ, താങ്ക് യു. വളരെ മനോഹരം. ഏറ്റവും നല്ലൊരു പാട്ട് അല്ലെ? എത്ര അർത്ഥപൂർണമായ ഒരു പാട്ടാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു അർത്ഥം എവിടെ കൊടുക്കാൻ പറ്റും? ദൈവത്തെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ മനുഷ്യൻ എന്തൊക്കെ കോപ്രായങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത് അല്ലെ? ജോസഫ് സാർ കണ്ടിന്യൂ ചെയ്യൂ. പാട്ടുകൾ തോറും ഏതാ പാട്ടുകൾ പറഞ്ഞോളൂ. ഇനി വേറെ ഏതാ പാട്ടുള്ളേ? പറയണേ അടുത്ത് തരാം. ഇനിയുള്ള സ്വർഗനന്ദിനി. സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി ഇഷ്ടദേവതേ സരസ്വതി സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി ഇഷ്ടദേവതേ സരസ്വതി സ്വരമായി നാവിൽ നാദമായി തന്ത്രിയിൽ സ്വരമായി നാവിൽ നാദമായി തന്ത്രിയിൽ പദമായി തൂവലിൽ വാണരുളുക നീ വാണിമണി വരദായിനി വാണിമണി വരദായിനി സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി ഇഷ്ടദേവതേ സരസ്വതി. ബാക്കി ആരെങ്കിലും പാടിക്കും? പാടുന്നുണ്ടോ? രാഗവും നീയേ താളവും നീയേ ഭാവവും ലയവും ശ്രുതിയും നീയേ കാലം നമിക്കും കേളി കലയിൽ കണികയായി ഞാനാം സ്വരമണിയേണം പാണിമണി വരദായിനി പാണിമണി വരദായിനി സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി ഇഷ്ടദേവതേ സരസ്വതി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. നല്ല സെമി ക്ലാസിക്കലാന്ന് തോന്നുന്നു. ഇപ്പൊ എടുക്കാമെന്ന് എനിക്ക് തോന്നിയില്ല. എന്ന് അടിപൊളി അടിപൊളി സൂപ്പർ ഒരു ധൈര്യത്തിനങ്ങ് എടുത്തു. അല്ല സാർ, നന്നായി പാടി സാർ. ഇഷ്ടം കൊണ്ട് പാടി. സാർ അതിന്റെ സംഗതികളൊക്കെ കറക്റ്റ് ആയിട്ട് പാടിയിട്ടുണ്ട്. ഇഷ്ടം കൊണ്ട് പാടിയെന്നാണ് പറയായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പൊക്കരുത് കേട്ടോ. അടുത്ത ആഴ്ച തകർക്കും.
ഓക്കെ, കണ്ടിന്യൂ സർ. ഓക്കെ, അപ്പൊ ഇന്ന് കൺക്ലൂഡ് ചെയ്യാം അല്ലേ? അഷ്ടപതിയിലെ ഗായികേ, ആ ഒരു പാട്ടുണ്ട്, ആരെങ്കിലും പാടിക്കൂ. രക്ഷഗായികേ, അംബുജാക്ഷനെ പ്രേമിച്ചതിനാൽ അനശ്വരയായി ഞാൻ, അനശ്വരയായി നീ എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ, ആരാ പാടുന്നത്? രമാവതി ടീച്ചർ പാടിക്കോളൂ. പിന്നെ തമാശ പാട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. എടി എന്തടീറക്കമ്മ, അത് ഞാൻ എടുത്തു തരാം. അതും പാടാം. ആ പാട്ട് ഞാൻ എടുത്തു തരാം, ഒരു സെക്കൻഡ്. അത് ലാസ്റ്റ് നമുക്കൊരു അടിച്ചു പൊളിച്ച് പാട്ടായിട്ടാൻ വിടാം. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. വേഴ്സ് കാണും. വേഴ്സ് വരുന്നില്ല കേട്ടോ, സോറി. അല്ല, പാടിയത് വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് പാടി, നല്ല എനർജി ഉണ്ട്. കാലമായി അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നമുക്കെന്നാ ഒരു പാട്ടോട് കൂടി വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ആ, പെട്ടെന്ന് ദർശനം എന്ന ക്ലാസ് സിനിമയ്ക്ക് 8:30 വേണ്ടി പാടിയൊരു പാട്ട്, സ്വർണ്ണഘോഷ. ഏതായിരുന്നു? അതെ, പറ്റില്ല. നമുക്ക് അതോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യാം. സ്വർണ്ണഗോപുര പാടിയാണോ അത്? നർത്തകീ ശില്പം കണ്ണിനു സായുജ്യം നിൻ രൂപം. പാടിയോ? അതില്ലല്ലോ. ഇല്ല, പാടിയോ? ഏതൊരു കോവിലും ദേവതയാക്കും, ഏതൊരു കോവിലും ദേവതയാക്കും, ഏതു പൂജാരിയും പൂജിക്കും നിന്നെ, ഏതു പൂജാരിയും പൂജിക്കും. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായുജ്യം നിൻ രൂപം. പ്രേമ വൃന്ദാവന ഹേമന്തമി, നിന്റെ പേരു കേട്ടാൽ സ്വർഗം നാണിക്കും. ആരാധ സോമരസാമൃതം നേടുവാൻ ആരായാലും മോഹിക്കും. ആനന്ദ ചന്ദ്രികയല്ലേ നീ, അഭിലാഷമഞ്ജരി അല്ലേ നീ, അഭിലാഷമഞ്ജരി അല്ലേ നീ. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായുജ്യം നിൻ രൂപം. നമുക്ക് നിർത്താം അല്ലേ? ക്ലാസ് സെഷൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും അപ്പൊ ഇന്ന് പ്രത്യേകം നന്ദി, കാരണം ഞാൻ പോസ്റ്റ് ഇടാതെയാണ് എല്ലാവരും വന്നത് കേട്ടോ. അതാണ്, അങ്ങനെയാണ് നമുക്ക് താല്പര്യമുള്ളവർ വരേണ്ടത്. അപ്പോൾ വന്നവർക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഷൈലാമാമും എനിക്ക് തോന്നുന്നു പോസ്റ്റ് ഒക്കെ ഇടാതെ അല്ലേ കൃത്യമായിട്ട് വന്നു. വെരി ഗുഡ്. അപ്പം ഷൈലാമാമിന്റെ പാട്ട് ഞങ്ങൾക്ക് കൂടുതൽ പാടാനൊരു ആവേശം വരുത്തുന്നുണ്ട് കേട്ടോ. രമാവതി മാമിന്റെ ശരിക്കും പറഞ്ഞാൽ പനി പിടിച്ചിരിക്കുക, പാവം റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക. അതായത് പാട്ടിന്റെ ആ ശക്തി വരുന്നില്ല. എന്തായാലും അടുത്ത ആഴ്ച ഞങ്ങൾ ഒന്നും കൂടെ ഉത്സാഹത്തിൽ വരും. അതെ അതെ, ഗ്രൂപ്പില് പാട്ട് പാടി ഇടാം കേട്ടോ. ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ നിന്ന് പാട്ട് പാടിയിട്ടാലേ നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ.
മനോജ് സാറിനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തോ? ആഡ് ചെയ്യാം. മനോജ് സാറിനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഓക്കെ, സാറേ ഒരൊറ്റ MSVയെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് സാറേ, എൻ്റെ തീർച്ചയായിട്ടും. ഈ MSVയുടെ പാട്ടുകൾ ഇപ്പൊ നമ്മൾ മലയാളത്തിലാണ് പാടിയത്. അതുപോലെ സാറേ തമിഴിലെ ഈ സൗന്ദരരാജൻ TMS എന്ന് പറഞ്ഞൊരു ഗായകനുണ്ടായിരുന്നു, അസാധ്യ ഗായകനായിരുന്നു. അത് പണ്ട് MGR ഒക്കെ ഉണ്ടായിരുന്ന കാലത്തെ ഭയങ്കര പാട്ടുകളുണ്ടായിരുന്നു. യാർ കാഹെ എന്നുള്ള പാട്ടുകളൊക്കെ ഈ കമ്പോസ് ചെയ്തിരിക്കുന്ന ഈ MS വിശ്വനാഥൻ സാറാണ്. അതുപോലെ അക്കാലത്തെ ഈ പ്രത്യേകിച്ചും ശിവാജി ഗണേശന്റെ ഒരുപാട് പാട്ടുകളുണ്ട് സാർ ഈ തമിഴ് സിനിമയിൽ. ജോസഫ് സോണൊക്കെ അറിയായിരിക്കും, ഒരുപാട് പാട്ടുകളുണ്ട്. ഇദ്ദേഹം അപ്പൊ ഇദ്ദേഹം ഒരു വലിയ സംവിധായകൻ. അതുപോലെ തെലുങ്കിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിലെ ഈ തമിഴ് പാട്ടാണല്ലോ നമുക്ക് കൂടുതൽ അറിയാവുന്നത്. അപ്പം MSVയെ ഓർക്കാനും അതുപോലെ ഈ കോഴിക്കോട് അബ്ദുൽ ഖാദറിനെ സാർ ഓർക്കാനും ഒക്കെ ഇന്നൊരു സമയം കണ്ടെത്തിയെന്നും നന്നായിരുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറയാം സാർ, ഈ ലെസ്ലി സാറിന്റെ ഒരുപാട് പിന്നെ ഈ ശിഷ്യഗണങ്ങൾ കോഴിക്കോടുണ്ട്. അത് കുറെ പേര് ഉണ്ട്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരുണ്ട് കുറച്ചുപേര് ഈ ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം ഇങ്ങനെ ഒരു അവസരം ഇവരൊക്കെ ഓർക്കാൻ കണ്ടെത്തുന്നത് വലിയ കാര്യമായിട്ടാണ് തോന്നിയത് സാർ. നല്ല പാട്ടുകളുമായിരുന്നു, എല്ലാവരും വൃത്തിയായിട്ട് പാടുകയും ചെയ്തു. അപ്പം എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സാർ. സാർ തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷൻ ആണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സി യു. നാളെ മൺഡേ നമുക്ക് വിവാഹപരമായിട്ടുള്ള വിവാഹം സ്വർഗമാക്കൽ എന്ന് പറഞ്ഞ മനോഹരമായ ഒരു സെഷനാണ്. കോളേജ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പ്രീ മാരിറ്റൽ, പോസ്റ്റ് മാരിറ്റൽ എല്ലാം അതിൻ്റെ അകത്ത് കടന്നു വരും. നാളെ വൈകുന്നേരം 7 മണിക്ക്. സോ ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ് സാർ.